പ്രിയമുള്ളവരെ, റാഫിയൂരാണേ. ഞാനിപ്പോൾ കാനാട് കാത്താൻ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അതായത് ചെട്ടിനാടിൻ്റെ മറ്റൊരു പേരാണ് കാനാട് കാത്താൻ. കോടീശ്വരന്മാർ മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വില്ലേജിലേക്കാണ് ഞാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുന്നത്. മധുരയിൽ നിന്നുമേ ഇന്നലെ രാത്രി 7:30 ആയപ്പോഴത്തേക്ക് ഞാൻ കാരയ്ക്കുടി ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. അവിടെ ചെറിയൊരു റൂമൊക്കെ എടുത്ത് തങ്ങി. അങ്ങനെ രാവിലെ ഒരു 7 മണി ആയപ്പോഴത്തേക്ക് യാത്ര തിരിക്കുകയാണ് ചെട്ടിനാട്ടേക്ക്. രാവിലെ ഒരു നല്ല ചായയൊക്കെ വാങ്ങി കുടിച്ചിട്ട് ചെട്ടിനാട്ടിലേക്കുള്ള ബസ് കാത്തിരിക്കുകയാണ്. കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ചെട്ടിനാട്ടിലേക്കുള്ള ബസ് വന്നു കേട്ടോ. ചില ബസ്സുകാരോട് ചെട്ടിനാടെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല കേട്ടോ. കാനാട് കാത്താനെന്ന് പറഞ്ഞാലായിരിക്കും കൂടുതലും പേർക്ക് അറിയുക. പഴയ ആൾക്കാർക്ക് മാത്രമേ ഈ ചെട്ടിനാടെന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയുള്ളൂ. അങ്ങനെ ഞാൻ കാനാട് കാത്താനെന്ന് പറയുന്ന സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തു. പോകുന്ന വഴിയിലൊരു ചെറിയ അമ്പലമാണ് കേട്ടോ. നല്ല രസമുള്ളൊരു അമ്പലം. സൂര്യനൊക്കെ ഉദിച്ച് ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. രാവിലത്തെ തന്നെ കാഴ്ച ഒരു വല്ലാത്ത കാഴ്ചയൊക്കെയാണ് കേട്ടോ തമിഴ്നാട്ടിലെ. അങ്ങനെ നമ്മൾ കാനാട് കാത്താൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. ഇതാണ് ചെട്ടിനാട് വില്ലേജിലേക്കുള്ള ഒരു സ്ഥലം. ഇവിടെ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ചെട്ടിയാർ മെമ്മോറിയൽ ആർച്ചൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഇനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലുള്ളൊരു പ്രദേശമാണ് കാരയ്ക്കുടി. ഈ കാരയ്ക്കുടിയും ഏകദേശം ഒരു 74 ഗ്രാമങ്ങളും ചേർന്നാണ് കേട്ടോ ചെട്ടിനാടെന്ന് പറയപ്പെടുന്നത്. നാട്ടുകോട്ടൈ ചെട്ടിയാർ എന്ന സമ്പന്ന സമുദായത്തിൻ്റെ മാതൃദേശമാണ് ഈ ഒരു ചെട്ടിനാട് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ തലമുറകളാണ് ഈ ഒരു ചെട്ടിനാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നീട് ഇവരുടെ ഈ ഒരു സമുദായം ഉണ്ടല്ലോ ഏഷ്യയിലെ പല ഭാഗങ്ങളിലേക്കും അഥവാ സിലോൺ, ബർമ എന്നിവിടങ്ങളിലൊക്കെ 19, 20 നൂറ്റാണ്ടുകളിലേക്കൊക്കെ കുടിയേറി പോയവരാണ് കേട്ടോ. അവിടെയാണ് പിന്നെ USA, സിംഗപ്പൂർ, മലേഷ്യ എന്നിവിടങ്ങളിലൊക്കെ ചെട്ടിയാർ സമുദായത്തിൽപ്പെട്ട ഒരുപാട് പ്രവാസികളൊക്കെ ഇപ്പോഴും താമസിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മുന്നിൽ കാണുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പാലസാണ്. ചെട്ടിനാട് പാലസ് എന്ന് പറയുന്ന ഈ ഒരു പാലസാണ് കേട്ടോ. അവിടത്തേക്ക് നമുക്ക് അകത്ത് കടക്കാനോ പ്രവേശിക്കാനോ ഒന്നും സാധിക്കത്തില്ല. പണ്ടൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പം ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പാലസാണ്. ഈ പാലസിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. ബർമ തേക്കുകളും പിന്നെ ഈജിപ്ഷ്യൻ, ഇറ്റാലിയൻ മാർബിളും ഒക്കെ കൊണ്ട് നിർമ്മിച്ച ഒരുപാട് റൂമുകളൊക്കെ ഉള്ളത്. 250ഓളം റൂമുകളൊക്കെ ഉള്ളൊരു വലിയ പാലസാണ് ഈ ഒരു പാലസ് കേട്ടോ. എല്ലാ പാലസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ ഈ ഒരു കോട്ടയുടെയും ഫ്രണ്ടിൽ ഇതുപോലെ രാവിലെ തന്നെ കോലങ്ങളൊക്കെ വരച്ച് നല്ല ഭംഗിയോടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓരോ വീട്ടിലും ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. കെയർ ടേക്കേഴ്സ് ഉണ്ട്. അത് 1-2 പേരൊന്നുമല്ല, ഒരുപാട് പണിക്കാരുണ്ട് കേട്ടോ. നല്ല നീറ്റാക്കിയിട്ടൊക്കെയാണ് ഈ ഒരു പ്രദേശം. ഈ ഒരു പ്രദേശത്തുള്ളവരുടെയൊക്കെ വീടുകൾ, ഈ ചെട്ടിനാട് ഫാമിലിയിൽപ്പെട്ടവരുടെയൊക്കെ വീടുകൾ ഇതുപോലെയൊക്കെയാണ് കേട്ടോ. അവിടുത്തെ ഏറ്റവും വലിയ പാലസാണ് ഈ ഒരു പാലസ്. ബാക്കിയുള്ള സൈഡിലൊക്കെ കാണുന്നതൊക്കെ വലിയ വലിയ വീടുകളാണ് കേട്ടോ. പിന്നെ ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനുകളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. നമ്മുടെ സായി അഭ്യങ്കറിൻ്റെ ഒക്കെ സോങ് എല്ലാം ലാസ്റ്റ് ഇറങ്ങിയത് ഇവിടെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തേക്കുന്നത്. രാവിലെ നല്ല അടിപൊളി കാഴ്ചകളാണ്. ഇതുണ്ട് ആ ഒരു പാലസിൻ്റെ 4 ഭാഗത്തൂടെ ഞാനിങ്ങനെ ചുറ്റി നടക്കുകയാണ് കേട്ടോ. ഞാൻ ശരിക്കും ഇന്നലെ രാത്രി 7:30 ഡയറക്റ്റ് വന്നത് ഈ ഒരു ചെട്ടിനാട് സ്ഥലത്തേക്കാണ്. പക്ഷേ ഇവിടുത്തെ റൂമൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ പാലസിൽ നമുക്ക് താമസിക്കാം. ഈ ഒരു പാലസിലല്ല, അതിൻ്റെ സമീപ പ്രദേശത്തൊരു പാലസൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് താമസിക്കാം. പക്ഷേ 2500, 3000 ഒക്കെയാണ് കേട്ടോ ഒരു സിംഗിൾ നൈറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് മേടിക്കുന്നത്. ഞാനതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി തന്നെ തിരിച്ച് കാരയ്ക്കുടി പോയി അവിടുന്ന് ഒരു 600 രൂപയുടെ റൂമിലെടുത്ത് തങ്ങി. അവിടുന്ന് പിന്നെ രാവിലെ തന്നെ ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തി കേട്ടോ. ഇവിടുന്ന് ഒരു 10 രൂപ അടുപ്പിച്ചൊരു പോയിൻ്റേ ഉള്ളൂ ബസ്സിൽ. ഒരുപാട് റേറ്റാണ് കേട്ടോ ഇവിടെയൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ കൂടുതലും ലൊക്കേഷൻ പ്ലേസുകളൊക്കെയാണ്. ഈ ഒരു പാലസിലേക്ക് എന്തായാലും ആളെ ഇപ്പോൾ കയറ്റി വിടത്തില്ല കേട്ടോ. നമ്മൾ കണ്ടു പറഞ്ഞ തമിഴ് ഫിലിമിൻ്റെയും ഒക്കെ ലൊക്കേഷനൊക്കെ പോലെ നമുക്ക് തോന്നും. ഈ കാണുന്നത് മെയിൻ്റനൻസ് ഒന്നും ചെയ്യാത്തൊരു മതിലാണ്. അതുപോലത്തെ ചെട്ടിയാർ ഫാമിലിയിൽപ്പെട്ടവരുടെ വീടാണ് കേട്ടോ അത്. ഈ ചെട്ടിയാരെന്ന് പറയുന്നത് നമ്മുടെ ഈ ഇവിടുത്തെ എന്താ പറയുക മസാലക്കൂട്ടുകളൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇവിടുത്തെ വറുത്തരച്ച ചിക്കൻ കറി അങ്ങനെയൊക്കെ ചെട്ടിയാർ ചിക്കൻ കറി. ഈ ചെട്ടിയാർ കുടുംബങ്ങൾ പല രാജ്യത്തേക്ക് കുടിയേറി പാർത്തിട്ടാണ് ഇത്രയും ഫേമസ് ആയത് ഈ ഒരു ഫുഡ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ഒരു ഫുഡിനൊക്കെ ഇപ്പോഴും ഭയങ്കര ഡിമാൻഡാണ്. ചെട്ടിനാട് ചിക്കൻ കറി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ. ഇതൊക്കെ ഈ ഒരു പാലസിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ഇതൊക്കെ വീടുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഏകദേശം 250ഓളം പേർക്കൊക്കെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ അടുക്കളകളും പിന്നെ ഡൈനിങ് ഹാളുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് രണ്ടും വീടുകളാണ് കേട്ടോ. ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നതാണ്. എത്രത്തോളം ജനലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതിസമ്പന്നർ മാത്രം താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ ഒരു ചെട്ടിനാടെന്ന് പറയുന്നത്. ഇതുണ്ടല്ലോ എത്ര ഷട്ടറുകളാണ് കിടക്കുന്നതെന്ന് അറിയാം. പക്ഷേ ഇതൊക്കെ നമ്മൾ വിചാരിക്കും കടകളും അതും ഇതൊക്കെ ആയിരിക്കുമെന്ന്. ഇതൊക്കെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്.
പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചെട്ടിനാട് ഫുള്ള് കറങ്ങാൻ ഉള്ള അതിൻ്റെ മാപ്പാണ് വച്ചേക്കുന്നത് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നമുക്ക് കറങ്ങാനുള്ളൊരു ഇതാണ് കേട്ടോ. ഇതിപ്പം ഞാൻ പാലസിൻ്റെ അടുത്തേക്ക് വന്നതാണ് വീണ്ടും. ഇപ്പോൾ അവിടെ കോലമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ഭായിമാരാണ് സെക്യൂരിറ്റി. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് കയറ്റിയൊന്നും വിടത്തില്ല എന്ന് പറഞ്ഞു. ഇതാ അങ്ങനെ ഞാനൊന്ന് നടക്കുകയാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കൈത്തറി സാരികളൊക്കെയാണ് കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ ഈ കൈത്തറിയുടെ സാരികൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. പിന്നെ ഇവിടുത്തെ ആത്താങ്കുടി ടൈലെന്ന് പറയുന്ന ഈ പാലസിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ടൈലുകളാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ്. ആ ഒരു ടൈലെന്നൊക്കെ പറയുന്നത്. അതൊക്കെ പോയി ഒന്ന് കാണണം. എന്തായാലും പോകുന്ന വഴിയിൽ ഒരു ചെറിയ ഷോപ്പ് കണ്ടു. ഇവിടുത്തെ ഗ്രാമത്തിലുള്ളൊരു ചെറിയ കടയാണ്. അവിടെ കയറി നല്ല ഇഡ്ഡലി കഴിക്കണം. ഇഡ്ഡലിയും ദോശയും ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ പിന്നെ അവിടുന്ന് വീണ്ടും ഇറങ്ങി. ഇനി നേരെ പോകുന്നത് ഇവിടുത്തെ കുളത്തിനടുത്തേക്കാണ് കേട്ടോ. ഈ കൈത്തറി ഷോപ്പുകളൊക്കെ തുറക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 മണിയാവും. അപ്പോൾ ഇപ്പോൾ 8:30 ആയിട്ടേ ഉള്ളൂ. ഞാനിങ്ങനെ കറങ്ങി അടിച്ച് നടക്കുകയാണ് കേട്ടോ. കുളത്തിൽ വെള്ളമൊക്കെ വറ്റി കിടക്കുകയാണ്. പിന്നെ ഈ പാലസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെട്ടിനാട് വിദ്യാലയ എന്ന് പറഞ്ഞ ഒരു ഇത് കാണാം. പണ്ട് ഇവിടുത്തെ ചെറിയ സ്കൂളായിരുന്നു കേട്ടോ. ഇപ്പോഴും എന്താ പറയുക മെയിൻറ്റെയിൻസ് ചെയ്തിട്ടേക്കാണ്. ഞാൻ ഈ പാലസിൻ്റെ അവിടെ നിൽക്കുമ്പോൾ തന്നെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഈ കല്യാണമൊക്കെ കഴിഞ്ഞവരുടെയൊക്കെ. അങ്ങനെ നടന്ന് ഒരു ചെറിയ വീട്ടിൻ്റെ അടുത്തെത്തി. ചെട്ടിനാട് വീട്ടിൽ. ഇവിടെ നമുക്ക് കയറാൻ പറ്റും കേട്ടോ. 100 രൂപ കൊടുത്തിട്ട് ഞാൻ കയറുവാണേ. VVR ഹൗസ് എന്ന് പറയും. 100 രൂപ വെച്ച് കൂടുതലാണ്. എന്നാലും നമുക്ക് വീടിൻ്റെ ഉൾവശം ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിൽ ഞാൻ കൊടുത്തിട്ട് കയറുകയാണ് കേട്ടോ. 50 രൂപയാണ് സാധാരണ ഇവിടുന്ന് കൊടുക്കുന്നത്. പക്ഷെ ഇവർ 100 രൂപ വെച്ചപ്പോൾ ഞാൻ 100 കൊടുത്തു. 200 വർഷമോ? ഇതെല്ലാം എന്നെ തടിയൊക്കാ? തേക്ക് ബർമ. മഹാലക്ഷ്മി രാമായണ 63,000 മേല. മഹാലക്ഷ്മിയുടെ എലിഫന്റ്, സ്നേക്ക്, ലയൺ, ബനാന, ആർച്ച്, ഉത്രാട്ടം, ഡിയർ, ഫ്ലവർ, പിക്കാക്ക്, ഫ്ലവർ, അന്നപ്പച്ചി, അവൾ, വൺ പീസ്. ഇതെല്ലാം തേക്ക്. இப்போ இங்கே ஓனருக்கு எங்கே இருக்கு? வெளிநாட்டில் மெட்ராஸில் இருக்காங்க. வருமா? வருவாங்க. இங்கே இப்போ ஷூட் கொஞ்சம் டீயை குடிச்சிட்டு கொஞ்சம் டீயை பலார் நின்றுட்டு இந்த தஞ்சாவூர் பை. ஏது இதா? 200 வயசாச்சு. 200. பாதி குடிச்சிட்டு பாதி ஊடுவீங்க. இல்லை ஊற்றிக்கிட்டே நீங்கள் வேணும்னா கடையில் பால் ஆரிஸை கொஞ்சம் எடுத்துட்டு போய் வேணா அங்கே குடிங்க. அக்கா இங்கே இப்போ ஷூட்டிங் ஒன்றும் இல்லையா? ஒரு நாள் மறந்தா என்ன, அது மேலே ஷால், மேலே பெட்ரூம். மேலே பெட்ரூம். இந்த தேக்கில் சில்வர் பை. இதெல்லாம் தேக்கிலதா? இதெல்லாம் தடி மாடம். அங்கே அந்த அக்கா கதவு திறக்கும். பார்த்துட்டு அங்கே ஒரு கதவு திறந்து பார்த்துட்டு கொக்கி கொடுத்துருவாங்க. ഓക്കെ. നമ്മൾ മൂവീസിലൊക്കെ കാണത്തില്ലേ അതേപോലത്തെ ഒരു ഇത് കേട്ടോ. ഒരുപാട് മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കാം. ഏറെ മുടിയുമാക്കാം അങ്ങേ. ഇത് ഇവിടുത്തെ എല്ലാം തടികളൊക്കെ കണ്ടില്ലേ? സംഭവം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് മൂവീസിലൊക്കെ കണ്ടു മറന്നിട്ടുള്ള ഒരു ലൊക്കേഷൻ. പണ്ടൊക്കെ ഒരു മൂവീസിനൊക്കെ കൊടുക്കുമായിരുന്നു, ഇപ്പം ഇല്ല. തടിക്കൊക്കെ എന്താ കനമെന്നറിയോ? ഒക്കെ ഏറെ മുടിയുമാ. കിച്ചൺ എங்கே இருக்கு? கிச்சன் இதுக்குள்ளயா? ഇത് ഫുള്ള് കിച്ചണാക്കാ? ഇതാ പഴയ കിച്ചൺ കണ്ടോ? ഇത് ഫുള്ള് കിച്ചണിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഈ ഡോറ് തുറന്ന് വരുന്നത് മൊത്തം കിച്ചണിൻ്റെ ഏരിയ ആണ്. ഇതുണ്ടോ അമ്മിക്കല്ല്. ഒരുപാട് മറ്റേ ഈ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു അറയാണ് ഇതൊക്കെ. ഇതെല്ലാം ഓരോ അറകളാണ്. ഈ കാണുന്നത് പിന്നെ അടുപ്പാണ് കേട്ടോ. 1 2 3 4 5 6 7 8
8 അടുപ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ധാന്യങ്ങളും ഒക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന അറകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ പണ്ടത്തെ മീറ്റർ ബോക്സൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇവിടുത്തെ ഓണറൊക്കെ മദ്രാസിലാണ് ഇപ്പോൾ ഉള്ളത്. അവർ ഇടയ്ക്കിടയ്ക്ക് വരുമെന്നാണ് ഇവിടുത്തെ അക്ക പറഞ്ഞത്. എന്തായാലും നമ്മൾ പണ്ട് കണ്ടു പറഞ്ഞ സിനിമയിലൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളില്ലേ, അതാണിത്. ഇതൊക്കെ എന്താ മുകളിലൊന്നും നമുക്ക് കയറാനുള്ള പെർമിഷനൊന്നും ഇല്ല കേട്ടോ. അടിപൊളിയാണ് സംഭവം. அக்கா இங்கே எத்தனை முറി இருக்கு? எத்தனை ரூம்? ரூம்பா? 40 റൂം. മേലെ കീഴെ മൊത്തത്തിൽ ടോട്ടൽ 40 റൂമാണ് ഇവിടെ ടോട്ടൽ ഉള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു പാലസിലുണ്ട് കേട്ടോ. എല്ലാം ഈ ഒരു 9:30-10 മണിക്ക് സമയത്തേ തുറക്കത്തുള്ളൂ. ഇതിവിടുത്തെ ഒരു വലിയൊരു ഹോട്ടലാണ് കേട്ടോ. ഈ ഒരു വീട് ഈ ഒരു ഹോട്ടലാക്കി എടുത്തേക്കാണ്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ദി ലോട്ടസ് പാലസ് ചെട്ടിനാട് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ഒരു ഹോട്ടലാണേ. ഈ കാണുന്ന ഈ 2 ഭാഗത്തും കാണുന്നത് ഹോട്ടലാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു കൈത്തറിയുടെ ഒരു ഷോപ്പുണ്ട്, അതൊന്ന് തുറക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അവർ തുറക്കുന്നത് 10 മണിക്കാണ്. ഇപ്പോൾ 9:45. അപ്പോൾ ഇവിടുത്തെ കൈത്തറി ചെയ്യുന്ന ഒരു അദ്ദേഹമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അവിടെ തന്നെ നിൽക്കും അല്ലേ? 1 മാസം ഫുൾ അവിടെ തന്നെ നിൽക്കും. ശബരിമലല്ലേ? അച്ഛൻ കോവിലാരിയങ്കാവൽ കുളത്തുപ്ല എല്ലാം அங்கே ஊர் தான். ഗുരുവായൂർ, തൃശ്ശൂർ, ഗുരുവായൂർ. அப்போ இந்த பக்கம் தான் ஒரு ஊர் கண்டுபிடிச்சிருக்கோம். இந்த ஊருன்னா ஆலப்புழா மாவட்டம். ആലപ്പുഴ ஆலப்புழா மாவட்டம் கடற்கரை. കടൽക്കര. என்னமோ கோயில் சொன்னாங்க. அங்கே தான் மஞ்சம்மாதா பிரசித்தி பெற்ற இடமா. ആലപ്പുഴയിൽ ഉണ്ട്. നമ്മൾ ഒരുപാട് തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള വീടുകളില്ലേ, ഒരുപാട് കൂട്ടുകുടുംബങ്ങളൊക്കെ നിറഞ്ഞ ഒരു തമിഴ് സിനിമ പോലത്തെ ആ ഒരു വീടിൻ്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതേപോലത്തെ എന്ത് രസമാണെന്നറിയോ. കണ്ടോ, ഇവിടെ കയറുന്നതിന് 100 രൂപ കൊടുത്തു കേട്ടോ. ഇത് ഇവിടുത്തൊക്കെ പണ്ട് ഇവിടുത്തെ ചെട്ടിനാടൻ ആൾക്കാർ പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ എന്നും തൊടലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഡോണ്ട് ടച്ച്. പൊളിയാണ് കേട്ടോ സംഭവം. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അക്ക മേലെ എപ്പോൾ പോവും? എങ്ങനെ പോവും? ആ വഴിയാ? ഈ വഴിയാ? ഓരോ മുറികളും അറകളും ഒക്കെ കേട്ടോ. ഇവിടുത്തെ സ്റ്റെപ്പ് കണ്ടില്ലേ, അടിപൊളി സാധനം. ചെറിയ സ്റ്റെപ്പ്. അവിടെ താമ്പോട്ട് നോക്കുമ്പോൾ കണ്ടോ, ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ കയറി വന്നേ. അവിടെ അടച്ചിട്ടേക്കോ, ഇവിടെ അടച്ചിട്ടേക്കോ ഗൈസ്.
നമ്മൾ ഈ ഒരു വീടിൻ്റെ മുകൾ ഭാഗത്ത് എത്തി കേട്ടോ. ഇതാണ് അതിൻ്റെ മേൽക്കൂര. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെട്ടിനാട് മൊത്തം കാണാൻ പറ്റും. അടിപൊളി. വാവ്. ഈ വീട്ടിലാണ്, ഇവിടെ നമ്മൾ താഴെ നിന്നിട്ടാണ് ഇങ്ങോട്ട് നോക്കിയത് കേട്ടോ. എല്ലാം ഓടാണ്. ഒരു വീടിൻ്റെ സംഭവമാണ് ഇതെല്ലാം കേട്ടോ. എന്തൊരു വാസ്തുശില്പമാണെന്നറിയാം ഇവിടെ. ഭയങ്കര സെറ്റപ്പ്. നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഒരു ഇത് കണ്ടില്ലേ, നേരെ നോക്കിയില്ലെങ്കിൽ താഴെ വീഴും ഗൈസ്. ഇവിടോട്ടൊന്നും പ്രവേശനമില്ല. പിള്ളേർ പഠിക്കുന്ന പണ്ടത്തെ ചെയറുകളും ഒക്കെയാണ്. ഓക്കെ അണ്ണാ, താങ്ക് യു. നമ്മളങ്ങനെ ഒരു പാലസെല്ലാം കണ്ടിട്ടേ ഈ കൈത്തറി നെയ്യുന്ന ഈ ഒരു സാരിയൊക്കെ നെയ്യുന്ന ഒരു ഹാൻഡ്ലൂം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് തുറക്കുന്നത് 10 മണിക്കാണ്. ഇപ്പോൾ സമയം 9:45 അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഗൈസ്. ഇവിടെ ആണെങ്കിൽ പൊരിഞ്ഞ ചൂടാണ്. എൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ, പൊരിഞ്ഞ ചൂടെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ചൂടാണ്. അപ്പോൾ ഞാൻ ഒരു മരത്തണലും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു, നാട്ടിലൊന്നും ഇപ്പം അങ്ങനെ കാണുന്നില്ല, അതുപോലുള്ളൊരു ഇതില്ലേ, അങ്ങനെ ഒരു സ്ഥലത്തിരിക്കുകയാണ് കേട്ടോ. ഒരു മരച്ചോട്ടിൻ്റെ താഴെ വന്നിരിക്കുകയാണ്. 10 മണിക്ക് നമുക്കൊരു കൈത്തറിയുടെ ആ ഒരു കാര്യങ്ങളും സാരിയൊക്കെ നെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേണം. ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള കോത്താങ്കേരി ടൈലെന്ന് പറയുന്ന ഒരു ടൈലുണ്ട്. ആ ടൈലുണ്ടാക്കുന്ന സ്ഥലവും കൂടെ നമുക്കിന്ന് വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകാൻ പോകുന്നത്. എന്തായാലും ക്ഷീണിച്ച് രാവിലെ ഇറങ്ങിയാണ് ഗൈസ്. അങ്ങനെ സമയം 10:15 കേട്ടോ. ഈ ഒരു കൈത്തറിയുടെ ഹാൻഡ്ലൂം എന്ന് പറയുന്ന സംഭവം തുറന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഒരു പുരാതനമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ. അതാണ് ഈ ഒരു കൈത്തറി ചെയ്യുന്ന ഒരു ഇതൊക്കെ ആക്കി എടുത്തേക്കുന്നത്. ഇവിടെ സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. ഈ തൂക്കിയിട്ടേക്കുന്ന കവറുകളും ഷോപ്പറുകളും ഒക്കെ പിന്നെ ഇവിടെ തന്നെ ചെയ്ത സാധനങ്ങളാണ് കേട്ടോ. കൊട്ടയുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇത് കണ്ടില്ലേ, ഈ ഒരു ആശാനോട്ടാണ് ഞാൻ കുറേ നേരം സംസാരിച്ച് പുറത്തിരുന്നത്. സാരി ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കണ്ടില്ലേ. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് കേട്ടോ. ഇദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇദ്ദേഹം ഏകദേശം ഒരു 70 വർഷത്തോളം ഈ ഒരു പണി തുടങ്ങിയിട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു 10ാമത്തെ വയസ്സ് മുതൽ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് നേരം നിന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ തന്നെ നെയ്ത സാരികളൊക്കെ കാണാൻ പറ്റും. പട്ട് സാരികളും അതും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് എൻ്റെ കൂടെ ഇന്ന് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, പാലക്കാട്ടുള്ള കുറേ ടീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയാണ് കേട്ടോ. ഇതവിടെ ഒരു ചെറിയ പൂജാമുറി ഉണ്ട്. പിന്നെ ഉണ്ടോ ഒരുപാട് സാരികളൊക്കെ, നല്ല അടിപൊളി സാരികളൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ. പിന്നെ സിനിമക്കാരൊക്കെ ഒരുപാട് വന്ന് വാങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ, ഈ സാരികളും കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഞാനെല്ലാം ഒന്ന് ചുറ്റി നടന്ന് കാണുകയാണ്. ഭയങ്കര അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ. നല്ല നല്ല കിഡിലൻ സാരികളാണ് മൊത്തവും. എന്തായാലും കൊള്ളാം. ഇതുണ്ടല്ലേ ഇതിൻ്റെ പച്ച സാരി, ചുവന്ന സാരി, ഇതെല്ലാം ഇവിടെ തന്നെ നെയ്തിറക്കുന്ന സാധനങ്ങളാണേ. പിന്നെ ഈ ഒരു ഷോപ്പ് സന്ദർശിച്ചിട്ടുണ്ട് കേട്ടോ സുഭാഷ് ചന്ദ്രബോസൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് ആണ് ഈ കാണുന്നത്. പിന്നെ സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റു ഒക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ തിരിച്ചിറങ്ങണം. ഇനി നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഇവിടെ ആത്താങ്കുടി പാലസ് ഉണ്ട്. ആത്താങ്കുടി പാലസും പിന്നെ ആത്താങ്കുടി ടൈൽസൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലവും പോയി കാണണം. അങ്ങനെ ഇവിടുന്ന് നമ്മൾ പയ്യെ ഇറങ്ങുകയാണേ. ഇപ്പോൾ കണ്ടതേ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സംഭവമാണ് കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ്. കാലങ്ങളായിട്ട് കൈത്തറി ചെയ്യുന്ന ആ ഒരു ഷോപ്പാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. ഷോപ്പും കൂടെയാണ് ആ ഒരു ഫാക്ടറി എന്ന് പറയാൻ പറ്റത്തില്ല, കൈത്തറി സംഭവം എന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് ആത്താങ്കുടി ടൈലൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ബസ്സില്ല, ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേണം പോകാൻ. ആത്താങ്കുടി ടൈൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ബിൽഡിങ്ങിലെല്ലാം ഈ പഴയ സ്ഥലത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ടൈലാണ്. എന്നാൽ ആത്താങ്കുടിക്ക് പോകുക. അപ്പോൾ ഇവിടുന്ന് ആത്താങ്കുടിക്ക് പോകുന്നതിനെ ബസ്സൊന്നുമില്ല കേട്ടോ. ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഞാനൊരു ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി റേറ്റൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ആത്താങ്കുടിയും കൂടെ ഒന്ന് പോയി വീഡിയോ എടുത്തിട്ടൊക്കെ വേണം തിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 250 രൂപ കൊടുത്തിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നമ്മൾ ആത്താങ്കുടിയിലേക്ക് പോവാണ്. ഇവിടുന്ന് ബസ് റൂട്ടില്ല കേട്ടോ. കാനാട് കാത്താൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് പോകേണ്ടത് അത്താങ്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടത്തേക്ക് എന്തായാലും ബസ് എന്തായാലും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് ഇങ്ങനെ വണ്ടി വിളിച്ച് പോകാനേ പറ്റത്തുള്ളൂ, ഓട്ടോറിക്ഷ. ഈ കാണുന്ന റെയിൽവേ റൂട്ട് രാമേശ്വരത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടുന്ന് മധുരയിലേക്ക് നേരത്തെ ട്രെയിൻ റൂട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു റൂട്ട് രാമേശ്വരമാണ്, മധുരയിലോട്ട് റൂട്ടില്ല. ഞാനെന്നാ വിചാരിച്ച് നമുക്ക് ഇവിടുന്ന് മധുരയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞത് മധുരയ്ക്ക് ഇവിടുന്ന് ട്രെയിനില്ല, നേരെ രാമേശ്വരം പോകുന്ന വഴിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബസ് റൂട്ടില്ലാത്തതിൻ്റെ കാരണം എനിക്ക് എന്തായാലും ഇത് മനസ്സിലായി കേട്ടോ. ഇത് ഉൾഗ്രാമങ്ങളാണ്, ആളും താമസമൊന്നും ഇല്ലാത്ത കുറച്ച് ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അത്താങ്കുടി പാലസിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴാണ് ഒരു ബാഡ് ന്യൂസ് കേട്ടത്. ഇവിടുത്തെ ഇവിടുത്തെ ഹൗസ് ഓണറായിട്ടുള്ള ഇപ്പോഴത്തെ തലമുറക്കാരൻ മരിച്ചുപോയി കേട്ടോ. ഈ പാലസ് അടിപൊളി ഒരു പാലസായിരുന്നു കേട്ടോ. ഒരുപാട് കാണാനൊക്കെ ഉള്ളൊരു പാലസായിരുന്നു. പക്ഷേ ഇന്ന് അവിടത്തേക്ക് പ്രവേശനം ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മളെ തിരിച്ചു മടക്കി. ഇനി നമ്മൾ നേരെ പോകുന്നത് അത്താങ്കുടി ടൈൽസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലേക്കാണ്. ഇവിടെ പല സ്ഥലത്തും അത്താങ്കുടി ടൈൽസ് ഉണ്ടാക്കുന്നത് പിന്നെ നേരിട്ട് കാണാനൊക്കെ ഉള്ള ഇതുണ്ട് കേട്ടോ. എല്ലായിടത്തും ഫ്രീ പെർമിഷനാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓട്ടോക്കാരനും പറഞ്ഞയച്ച് ഞാൻ ഈ ഒരു അത്താങ്കുടി ടൈൽസ് ഉണ്ടാക്കുന്നിടത്തോട്ട് കയറുകയാണ്. അത്താങ്കുടി ടൈൽസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇത് പ്രൊഡ്യൂസ് பண்ணது பார்க்க முடியும். பார்க்கலாம். கல்லெல்லி தண்ணிக்குள்ள வச்சிரோம். எது? இந்த கல்லெல்லி தண்ணிக்குள்ள வச்சிரோம், அப்புறம் செய்யறத பார்க்கலாம். ஓகே ஓகே, நோ ப்ராப்ளம். இந்த டிசைன்ஸ் இருக்கு, வேணா போய் பார்க்கறேன். எവിടെ? அது டிசைன் கேட்டலாக். അവിടെയാ? ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അവരെന്തോ ചെറിയ പണിയില്ല. ആണോ? ഇതൊക്കെയാണ് ഡിസൈന്. ഇതൊക്കെ ഇവിടുത്തെ സാമ്പിൾ ഡിസൈൻസ് ആണ് കേട്ടോ, കാറ്റലോഗ് പോലെ. ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ. ഇത് ഫേമസ് ആയിട്ടുള്ള ആത്താങ്കുടി ടൈൽസ് ആണ് കേട്ടോ. ഓരോ ഡിസൈനിലും ഉണ്ടാക്കി വെച്ചേക്കുന്നതാണിത്. ഇത് പാലസിലൊക്കെ യൂസ് ചെയ്ത് ഇതാണോ അണ്ണാ?
പാലസിലൊക്കെ യൂസ് ചെയ്ത ടൈൽ ഇതൊക്കെയാ. ആ, നമ്മൾ കണ്ട പാലസിലൊക്കെ യൂസ് ചെയ്ത ടൈൽസ് ആണ് കേട്ടോ ഇതൊക്കെ. ഇതൊക്കെ ഇവിടുത്തെ കാറ്റലോഗാണ്. ഈ ഒരു ടൈപ്പിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഓ, ഇതെല്ലാം ഇവിടെ ചെയ്യും അല്ലേ ഡിസൈന്? എല്ലാം ചെയ്യും. ഇതൊക്കെ നമ്മൾ പാലസിൽ കണ്ടായിരുന്നു. ഇത് കണ്ടായിരുന്നു. ഇത് ഫേമസ് ആണെന്ന് തോന്നുന്നു അല്ലേ? 500 டிசைன் உண்டல்லையோ? ஆமாம், நீங்களே ஒரு டிசைன் ட்ராயிங் பண்ணாலும் நம்ம செஞ்சு கொடுப்போம். அப்படி அது வந்து ஒரு டிசைன் നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്തു തരും. വേറെ ഏതാ ഊരിലെല്ലാം ഇത് കയറ്റി വിടുണ? வேறு ஊரில் எல்லாம் இது செஞ்சால் அந்த அளவுக்கு இருக்காது. ஆத்தங்குடி தான். അല്ല, ഇങ്ങേന്ന് കയറ്റി വിടുമാ? എക്സ്പോർട്ട് எல்லாம் எக்ஸ்போர்ட் எல்லா இதுக்கும் பண்ணுறோம். എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. எல்லா ஸ்டேட்டிலும் பாம்பே, பெங்களூர் എല്ലായിടത്തും പോകുന്നുണ്ട്. നല്ല ഓർഡറൊക്കെ വരുമോ അങ്ങ്? ஃபுல் ஆர்டர். ரெடி ஸ்டாக் இல்லை, எல்லாமே ஆர்டர். ഓർഡർ നല്ല ക്ലേസിങ് അല്ലേ? இன்னும் யூஸ் பண்ண எல்லாம் சைனிங் ஆகும். இப்போ இந்த கலர் வந்து இந்த கலர் வந்து வாட்டர் அப்சர்வ் பண்ணிடுச்சுன்னா கலர் ரொம்ப டார்க்காக இருக்கும். ஆஃப்டர் லேயிங் ക്ലേസിങ് ആയി വരും ഓട്ടോമാറ്റിക്കലി. ഏത് ഡിസൈനിലും ചെയ്തു തരും അല്ലേ? 4 கல் ஜாயின் பண்ணல 1 ஃப்ளவர் வரும். இந்த பேட்டர்ன் வந்துடும் அது. ഓ, എന്താ ഡിസൈൻ അങ്ങനെ ഇത് ചെയ്ത് ചെയ്യുന്നതല്ലേ? സൂപ്പർ. இந்த வரேன். ഓഹോ, സൂപ്പർ. ഡിസൈൻ ചെയ്യുന്നല്ലേ? அந்த டிசைனுக்குள்ள மோல்டு ഇപ്പൊ കാണിച്ചത് അത്. ഇതിലിനി പെയിന്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമല്ലേ? இதில் வந்து கலர்ஸ் பேக் சைடு ஊற்றணும். வருது சரண் வருது. ഈ മണ്ണിൽ നിന്നാണ് ഈ ഒരു ടൈലൊക്കെ നിർമ്മിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഒരു മിക്സാണ് ഇത്. നമ്മുടെ കാരൈക്കുടി നദിയിൽ നിന്നെടുക്കുന്ന മണ്ണാണ്. അതുപോലെ തന്നെ ആ മണ്ണിന് ഒരുപാട് തണുപ്പൊക്കെ അനുഭവപ്പെടും. അതിൻ്റെ കൂടെ ഈ റെഡ് ഓക്സൈഡും സിമെൻറ്റും ഒക്കെ കലർത്തിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ഗ്ലാസ് ഫിനിഷ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഫിനിഷിങ്, ക്ലേസിങ് അനുഭവപ്പെടും കേട്ടോ. ഇത് കാലങ്ങളോളം ഈ ഒരു ടൈല് കിടക്കും തോറും ക്ലേസിങ് അനുഭവപ്പെടുകയും തണുപ്പ് അനുഭവപ്പെടുകയൊക്കെ ചെയ്യുന്നതാണ് ഇവിടുത്തെ മുതലാളി പറഞ്ഞത്. അതാണ് അത്താംകുടി ടൈലിൻ്റെ ഒരു പ്രത്യേകത തന്നെ. ഈ ഒരു മണ്ണിൻ്റെ ഒരു പ്രത്യേകത ഒക്കെ കൊണ്ട് തന്നെയാണ് അത്താംകുടി ടൈല് ഇത്രയേറെ ഫേമസ് ആയത് കേട്ടോ. ഒരുപാട് സ്റ്റേറ്റിലേക്കൊക്കെ കയറ്റി വിടുന്നൊരു ടൈലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഒന്ന് കാണാം. ഇനി ഇത് ഉണങ്ങാൻ നോക്കും അല്ലേ? போட்டு கட்டணுமா?
2 ദിവസം കൊണ്ട് റെഡിയാവും. 2 days. 2 days. 3 days தண்ணி. 3 days தண்ணிக்குள்ள. പിന്നെ സെറ്റ് ആയിடும் അല്ലേ? செட் ஆயிடும். அதுக்கப்புறம் வெயில் எடுத்து காய வச்சு கண்ணாடி க்ளீன் பண்ணி அப்புறம் கழிச்சிடுறோம். ஆத்தங்குடி ரிவர் சாண்ட். ടൈൽസോட സ്പെഷ്യാലിറ്റി என்னன்னா ആത്തங்குടി റിവർ സാൻഡ് தான். അത് കൂളിംഗ് നടക്കും അല്ലേ? இதுதான் மெயின். இந்த സാൻഡിൽ தான் நம்ம ആത്തங்குടി ടൈൽ ഉണ്ടാക്കുന്നത്. അതാണ് എൻ്റെ പ്രത്യേകത അല്ലേ? കൂളിംഗ് കൈകാൽ വലി ബാക്ക് പെയിൻ ഒന്നും ഉണ്ടാവില്ല. വെയിൽ കാലത്തിൽ കൂളിംഗാக இருக்கும். மழை காலத்தில் கொஞ்சம் ஹிட்னஸாக மாறும். அதான் பிரத்யேகதை இல்லை? ஓல்டு பீப்புள் அந்த குழந்தைங்களுக்கெல்லாம் நல்லா ஹெல்த்தியாக இருக்கும். ஹெல்த்தி டைலா இல்லை? ஆமாம், எல்லாமே ஹேண்ட்மேட் தான். நிறைய டிசைன்ஸ் இருக்குது. எப்படியும் ஒரு 500 ഡിസൈൻസ് മേലെ இருக்குது. നമുക്ക് ഈ ഒരു സ്ഥലത്തെ ആത്താൻകുടിയിലെ പാലസിൽ കയറാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടുത്തെ പാലസിലെ ഓണറുടെ ഒരു മകൻ മരണപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അയാൾ ഓണർ തന്നെയാണ്. അങ്ങനെ മരണപ്പെട്ടതുകൊണ്ട് ആ പാലസിലേക്കുള്ള ഇന്നത്തെ എൻട്രി സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ആരെയും വിസിറ്റേഴ്സിനൊന്നും അലൗഡല്ല കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പാലസിൻ്റെ ഓണർ, ആത്താൻകുടി പാലസിൻ്റെ ഓണർ ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ട്രിവാൻഡ്രത്ത് ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്ന മാനേജറായിട്ട്. ഓക്കെ, അത് അവരുടെ തലമുറയായിട്ട് വരുമ്പം സ്വാഭാവികമായിട്ട് ഓണർ ആവുമല്ലോ. മക്കൾ അങ്ങനെ. എൻ്റെ ഇപ്പോഴത്തെ ഓണർ അവിടെയാണ്, തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ആത്താൻകുടി ടൈൽ ഉണ്ടാക്കുന്നതും കണ്ടു. ഇനി നേരെ നമ്മൾ തിരിക്കുകയാണ് കേട്ടോ. ചൂട് തുടങ്ങി. ഇനി 12 മണിക്കാണ് ഇവിടുന്ന് പിന്നെ കാരക്കുടിക്കുള്ള ബസ്. അങ്ങനെ കാരക്കുടി നമുക്ക് മധുരയ്ക്ക് പോകണം. മധുരയ്ക്ക് ട്രെയിൻ എടുത്ത് നമുക്ക് പുനലൂർക്ക് പോകണം, തെങ്കാശി വഴി. അപ്പോൾ ഇവിടെ ആളെല്ലാം കൂടി നിൽക്കുന്നുണ്ടല്ലേ. ഇവിടെ പാലസിലെ മരണം സംഭവിച്ചുകൊണ്ട് നമുക്ക് എൻട്രി പോലും ഇല്ല. നോ പ്രോബ്ലം, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ 2 പാലസ് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഓക്കെ, എവിടെല്ലാം ആൾ നിൽക്കുന്നുണ്ടല്ലേ. ഇന്ന് ക്ലോസാ. ഇവിടെ കുറേ പേര് വന്നിപ്പോൾ കേട്ടോ. വിസിറ്റേഴ്സിനൊന്നും ഇന്ന് അലൗഡ് അല്ല. പ്രശ്നമായതുകൊണ്ട് ഇന്ന് ക്ലോസ്. എവിടെ ഇതാണ് ആ പാലസ് കേട്ടോ. പക്ഷേ എന്താ പറയുക, ബാഡ് ലക്ക് എന്ന് പറയാമല്ലോ. ഇന്ന് വിസിറ്റേഴ്സിനുണ്ട്. ഇവിടെയൊക്കെ കയറാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ഇന്ന് വിസിറ്റേഴ്സൊന്നും അലൗഡ് അല്ല. ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ ഇടിച്ച് കയറുന്നതൊന്നും ശരിയല്ലല്ലോ. അങ്ങനെ ഇവിടുന്ന് നേരെ കാരക്കുടിയിലേക്ക് പോകണം കേട്ടോ. 12:10 ഇവിടെ നിന്നൊരു ബസ്സുണ്ട് കാരക്കുടിക്ക്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ബസ്സില്ല. അതുകൊണ്ട് തന്നെ ആ ബസ്സിൽ കയറി നമ്മൾ നേരെ കാരക്കുടിക്ക് പോകണം. ചെട്ടിനാടൻ ഫുഡ് കിട്ടുന്ന കാരക്കുടിയിലെ പ്രിയാമസ് എന്ന് പറയുന്ന മെസ്സിലേക്കാണ് അടുത്ത യാത്ര. നേരെ അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ കടയാണ്. പക്ഷേ പാരമ്പര്യമായിട്ട് ചെട്ടിനാടൻ ഫുഡ് കിട്ടുന്ന കിടിലനൊരു പ്രിയാമസ് എന്ന് പറയുന്നൊരു കടയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ പ്രത്യേകതകളുണ്ട്, കുറേ കിടിലൻ ഫുഡുകളുണ്ട് ചെട്ടിനാടൻ രീതിയിലുള്ള. അങ്ങനെ 12:50 നമ്മൾ ഈ ഒരു ഹോട്ടലിൽ എത്തി കേട്ടോ. ഇവിടെ തിരക്ക് ആയി തുടങ്ങുന്നതേ ഉള്ളൂ. ഇവിടുത്തെ കുറേ സ്പെഷ്യൽ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെട്ടിനാടൻ ചിക്കൻ, ചെട്ടിനാടൻ മട്ടൻ, ചെട്ടിനാടൻ മീൻ, അങ്ങനെ നമ്മളും ഇലയിട്ടു. ഇത് കണ്ടില്ലേ, പല വെറൈറ്റി ഐറ്റംസാണ്. നമ്മൾ സാധാരണ ഈ തമിഴ്നാട്ടിലൊക്കെ വരുമ്പോൾ ചില ആൾക്കാർക്ക്, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെയുള്ള ഫുഡൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഇത് ഈ മല്ലിയില ഇട്ടതും ഇങ്ങനത്തെ. പക്ഷേ ഇവിടുത്തെ ഫുഡ് ഒരു വെറൈറ്റി ഫുഡാണ് കേട്ടോ. ഇവിടെ ഒരു ഇലയിടും, നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള 2 ഐറ്റംസ് സൈഡ് ഡിഷായിട്ട് തരും. അതിനുശേഷം നമുക്ക് 5 സെറ്റ് ചോറ് വിളമ്പും. 5 സെറ്റ് ചോറ് വിളമ്പുമ്പോഴും നമുക്ക് 5 കുളമ്പാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒഴിക്കുന്നത് കേട്ടോ. ചിക്കൻ്റെ കുളമ്പ്, മട്ടൻ്റെ കുളമ്പ്, മീൻ്റെ കുളമ്പ്, പിന്നെ മോര്, രസം, അങ്ങനെ ഒരു 5 സെറ്റ് ചോറിട്ടതിന് ശേഷം 5 സെറ്റ് കറിയാണ് നമുക്ക് ഒഴിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രത്യേകത കേട്ടോ ഈ ഒരു കടയ്ക്ക്. ഞാൻ വിളിക്കാം. ഇതെന്തൊക്കെ നാട്ടുകോഴിയാണ്? ഓക്കെ. മട്ടൻ. അങ്ങനെ ഞാൻ സൈഡായിട്ട് ആദ്യം ഒരു മട്ടൻ പറഞ്ഞു കേട്ടോ. ചെട്ടിനാടൻ മട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറി കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നു. കൊള്ളാം കേട്ടോ, നല്ല കിഡിലൻ സാധനമാണ്. പിന്നെ ഞാൻ പറയുന്നത് ചെട്ടിനാടൻ ചിക്കൻ.
അത് നാട്ടുകോഴിയാണ് കേട്ടോ, ബ്രോയിലർ അല്ല, നാട്ടുകോഴി. നമുക്കിങ്ങനത്തെ ഒരു ബൗളിൽ കിട്ടും. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറവാണ് കേട്ടോ ഈ കറിക്കൊക്കെ. പൊളി സാധനം. ഞണ്ട് ഗ്രേവിയോ? ഓരോ ചോറിന് ഓരോ കുളമ്പാണ് കേട്ടോ വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ്റെ ഗ്രേവിയാണ്. ഇതിപ്പം ഞണ്ട് ഗ്രേവിയാണ്. ഇതെല്ലാം അടിപൊളി സാധനം കേട്ടോ. ഭയങ്കര ആളാണ് കേട്ടോ. അടുത്ത ട്രിപ്പ് കേട്ടോ. ഇനി ഏത് കറിയാണ് തരുന്നതോ? ഏത് കറിയാ? മട്ടൻ്റെ. ഓരോ ചോറിനും ഓരോ കുളമ്പ അല്ലേ? ലാസ്റ്റ് ട്രിപ്പ് എടുത്തി കേട്ടോ. നമ്മളിതെല്ലാം കറക്റ്റ് ട്രൈ ചെയ്യിപ്പിച്ചിട്ട് വിടത്തുള്ളൂ. ഇതിൻ്റെ കൂടെ ഇനി മീൻ കുളമ്പാണ്. മീൻ കുളമ്പല്ലേ? ഓരോ ഇടുന്ന ട്രിപ്പിലും ഓരോ കുളമ്പ് അവർ തരുന്നത് കേട്ടോ. ലാസ്റ്റ് എനിക്ക് തന്നത് മീൻ കുളമ്പ്. എൻ്റെ മോനെ വയറ് നിറഞ്ഞു. പക്ഷെ ഇവർ വിടത്തില്ല കേട്ടോ. ഇവരെല്ലാം കഴിക്കാതെ വിടത്തില്ല. സംഭവം അടിപൊളിയാണ്. കൊള്ളാം. മീൻ കുളമ്പ് സൂപ്പറാണ്. അവസാനത്തെ ട്രിപ്പ് മോര്. ഇത് ലാസ്റ്റല്ലേ? എന്നിട്ടും വിട്ടില്ല കേട്ടോ. അവസാനത്തെ മോര് കഴിക്കാതെ അവർ വിടത്തില്ല. ചോറിൻ്റെ കൂടെ മോരും കൂടെ കഴിച്ചിട്ട് അവർ വിടത്തുള്ളൂ. എണ്ണിക്കാതിരുന്ന് എന്നെ ഇവിടെ ഇരുത്തിപ്പിച്ച്. എൻ്റെ വയറാളെ നിറഞ്ഞിട്ട് പൊട്ടാറേ. പൊളി സാധനം. ഒരു 1.5 പിടി കേട്ടോ. യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എല്ലാവർക്കും റാഫി അടൂർ. അടൂർ ADOOR. സംഭവം അവിടുത്തെ ഒരു രീതി അതാണ്. ഒരു 4 വട്ടം ചോറ് വെക്കും. 4 വട്ടവും 5 വട്ടവും അതിൻ്റെ കൂടെ ഓരോ കുളമ്പായിരിക്കും തരുന്നത്. അപ്പോൾ സാധനം പൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ ചെട്ടിനാട് പോകുന്നവരെ ഈ ഒരു പ്രിയ മെസ് എന്ന് പറയുന്ന സംഭവം ഓർത്ത് വെച്ചോ. ഓക്കെ, ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാതെ പോകരുത്. ഇവിടുത്തെ ചെട്ടിനാടൻ ഫുഡാണ്. ചെട്ടിനാടൻ സ്റ്റൈലിലെ കിടിലൻ ഫുഡാണ് കേട്ടോ. അടിപൊളി സാധനം. 4-5 ടൈപ്പിലെ ചോറിലും 5 കുളമ്പാണ് തരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നേരെ മധുരയിലേക്ക് പോകണം കേട്ടോ. അവിടുന്ന് നേരെ പുനലൂർ പിടിക്കണം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യണേ.